കുട്ടികളെ, നമ്മുടെ കണക്ക് ക്ലാസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രിഗണോമെട്രി ആസ്വദിക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയയാണ് ട്രിഗണോമെട്രി. നമുക്ക് ഈ ആകൃതി, ത്രികോണത്തിന്റെ ആകൃതി, അതിന്റെ വലിപ്പം, ഇതൊക്കെ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകൃതിയൊക്കെ നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പരിചയമായ, സ്കൂളിൽ വരാനും തന്നെ ത്രികോണം എന്നുള്ള ആകൃതി ചിലപ്പോൾ നിങ്ങളുടെ പരിചയ സീമയിൽ പെട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങിയത് ഇപ്പോൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ അതിനെ പറ്റിയിട്ട് നല്ലോണം പഠിക്കാൻ തുടങ്ങി. അപ്പോ ഇതില് ഒരു 5ാം ക്ലാസ് മുതൽ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ഈ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അതിൽ 2 ത്രികോണങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ ബോക്സിൽ 2 ത്രികോണങ്ങളുണ്ട്. അതിൽ ഒന്ന് ഒരു കൂർത്ത ത്രികോണം ഇല്ലേ? പക്ഷെ കൂർത്ത ത്രികോണം എന്നൊന്നും ഇപ്പൊ ആരും ഇപ്പൊ നിങ്ങളോട് വലിയ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ കൂർത്ത 2 ഉള്ളതിൽ 2 മട്ടങ്ങൾ അതിലുള്ളത്, അതിലൊരു കൂർത്ത മട്ടം എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ആ കൂർത്ത മട്ടം ഏതാന്ന് കയറി വന്നിട്ടുണ്ട്. ഉറപ്പാ, എനിക്കൊറപ്പാ. ഭാഷ അതിനെ പറയില്ല. 2 മട്ടങ്ങളില് ഒന്നിനെ കൂർത്ത മട്ടം എന്നും പറയും, ഒന്നിനെ കുള്ളൻ മട്ടം എന്നും പറയും. ഒന്ന് ഹൈറ്റ് കുറവാ. ഈ കൂർപ്പ് ആരുണ്ടാക്കണതാ? ത്രികോണത്തിന് കൂർപ്പ്, ത്രികോണത്തിന് ആകൃതി ആരുണ്ടാക്കണതാ? ത്രികോണത്തിന് കോണുകളാണ് ഉണ്ടാക്കുന്നത്. ത്രികോണത്തിന് വലിപ്പം ആരുണ്ടാക്കണതാ? അതിന്റെ വശങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളിനി ഒന്നും കൂടി നോക്കിക്കൂടാ. ത്രികോണമിതിയിൽ നമുക്ക് നല്ല രസമായിട്ടുള്ള ചില കണക്കുകളൊക്കെ വരും. ചില കണക്കുകൾ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നിങ്ങൾ അത് വൃത്തിയാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ അതിലെന്താ കണക്കുകൾ വരുന്നത്? ഇപ്പൊ ഒരു കണക്ക് പറയുകയാണ്. ഇങ്ങനത്തെ ചില കണക്കുകളൊക്കെ കാണാം. ഒരു കുട്ടി ഒരു പുഴയുടെ വക്കത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പുഴ അക്കരെയുള്ള ഒരു മരത്തിനെ നോക്കുകയാണ്. മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. മരത്തിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാവും, എന്താണെന്നറിയില്ല. ചിലപ്പോൾ പോലെ പക്ഷി ഇരിക്കണതോ, ഇനി അത് മാവട്ടണോ, മാങ്ങയൊക്കെ പഴുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുമല്ലോ നമ്മള്. ഈ മരത്തിന്റെ മുകളിലേക്ക് കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയ കുട്ടി ഈ മരത്തിന്റെ മുകളിൽ കാണുന്നുണ്ട്. നോക്കണച്ച നമുക്ക് നേരെ നോക്കിയാൽ കാണില്ല. മുകളിലേക്കൊക്കെ നോക്കണച്ച നമ്മളൊന്ന് ഒന്ന് കഴുത്ത് ഒന്ന് ഉയർത്തും. ഈ പുഴയുടെ ഇക്കരെ നിന്നിട്ട് അക്കരെയുള്ള ഒരു മരത്തിനെ കുട്ടി നോക്കണത് 60 ഡിഗ്രി ബാൽക്കോണിലാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയിലാണ്. ഈ കുട്ടി ഈ കണക്കിൽ തന്നെ പറഞ്ഞ ഈ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ നിക്കണോടത്തുനിന്ന് കുറേയും കൂടി ബാക്കിലേക്ക് ഇറങ്ങി പോകും. ചിലപ്പോ കഴുത്ത് വേനിച്ചിട്ടുണ്ടാവും. 60 ഡിഗ്രിയിലേക്ക് നോക്കിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ കുട്ടി ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് കുട്ടി ഈ മരത്തിനെ എങ്ങനെ നോക്കി. അപ്പൊ നോക്കിയത് 30 ഡിഗ്രിയിലാണ്. ഇങ്ങനെ കഥ പോണു. അവസാനം നമ്മളോട് ചോദ്യം എന്താ അറിയോ? പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. എന്നാ പുഴയ്ക്ക് എത്രയും വീതി, എന്നാ മരത്തിന് എത്രയും ഉയരം. ഇതുമാതിരി ഭയങ്കര രസമുള്ള കണക്കുകളാണ് ട്രിഗണോമെട്രിയിൽ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യണത് ഈ പറയണ കാര്യത്തിന്റെ ചിത്രം നമ്മൾ വൃത്തിയായിട്ടാണ് വരച്ചു വെച്ചാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് സ്കോർ ചെയ്യാം. 15 മാർക്കോളം അല്ലെങ്കിൽ ഒരു 20 മാർക്ക് വരെ വേണമെങ്കിൽ ചട്ടർന്ന് നമുക്ക് സ്കോർ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഈ കണക്ക് ഇപ്പൊ മാഷ് പറഞ്ഞ കണക്കന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് വൃത്തിയായിട്ട് അതിന്റെ ഫിഗർ വരയ്ക്കണം. ഇപ്പൊ ഇതിന്റെ ഫിഗർ എന്ന് പറയുമ്പോ ഈ ഫിഗറൊക്കെ നമ്മൾ വെറുതെ അരികിലേക്ക് ചേർത്ത് വരയ്ക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു പതിവുണ്ട് കുട്ടികൾ.
അത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും വരച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ ആൻസർ പേപ്പറിലൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ അത് സെന്ററിൽ തന്നെ ഇട്ട് വൃത്തിയായിട്ട് വരയ്ക്കുക. അത് ആദ്യം ഇപ്പോ ഒരു പുഴയൊക്കെ വേണച്ചാൽ ആദ്യം അതിന്റെ ഒരു നിലം അങ്ങനെയൊക്കെ അല്ലേ അതിന്റെ രീതി സമ്പ്രദായം. ഒരു നിലമൊക്കെ വരയ്ക്കുക, സ്കെയിലൊക്കെ വെച്ച് വരച്ചോളൂ. ഇങ്ങനെ നിലമൊക്കെ വരച്ചു. എന്നിട്ട് നമ്മളൊരു ഒരു പുഴ മാർക്ക് ചെയ്യുക. ഒരു പുഴ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു പുഴ മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മള് ഈ എ ബി എന്നുള്ള പുഴ കേട്ടോ. കുട്ടി പുഴയുടെ വക്കത്ത് നിൽക്കുകയാണ്. ഈ വക്കത്ത് ഒരു മരമുണ്ട്, പുഴയുടെ അക്കരെ ഒരു മരമുണ്ട്. ഇപ്പോ ബി സി എന്നുള്ളത് മരമാണ് കേട്ടോ. ഈ മരത്തിന്റെ മുകളിലേക്ക് കുട്ടി ആദ്യം നോക്കുന്നുണ്ട്. ഇതാണ് കണക്കിൽ പറഞ്ഞിട്ടുള്ളത്. 60 ഡിഗ്രി മേൽക്കോണിലാണ് കുട്ടി നോക്കണത് മരത്തിന്റെ മുകളിലേക്ക്. പുഴയുടെ കരന്നിട്ട് അക്കരയുള്ള മരത്തിന്. പിന്നെ അതേ കണക്കിൽ പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചിങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നു. ബാക്കിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നിട്ട് കുട്ടി ഇതിനെ നോക്കുകയാണ്. അപ്പൊ നോക്കണത് 30 ഡിഗ്രിയിലാണ്. 30 ഡിഗ്രിയിലാണ് ഈ ഇറങ്ങി വന്നത്. ഇപ്പൊ കുട്ടി ഇപ്പൊ ഇവിടെ ഡിയിലെത്തി. ഇത് 40 മീറ്ററാണ് ദൂരം. 40 മീറ്ററാണ്. ഈ 40 മീറ്ററാണ് കുട്ടി ഇറങ്ങി വന്ന ദൂരം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കണത് പുഴയ്ക്ക് എന്താണ് വീതി, മരത്തിന് എന്താണ് ഉയരം? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നല്ലോണം ശ്രദ്ധിച്ചാൽ ഈ ചിത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇനി ഈ ചിത്രത്തിനെ ഒന്ന് വായിച്ചാൽ കുട്ടികളെ നമുക്ക് തോന്നേണ്ട ഒരു കാര്യം, ഈ ഇവിടെ കുറെ മട്ടത്രികോണങ്ങൾ കാണാണ്ട് നിങ്ങൾക്ക്. എ ബി സി ഒരു മട്ടത്രികോണാണ്. പിന്നെ ഡി ബി സി വേറൊരു മട്ടത്രികോണാണ്. പിന്നെ വേറൊരു ത്രികോണം ഉണ്ട്, അത് മട്ടല്ല, ഡി എ സി വേറൊരു ത്രികോണമുണ്ട്. ഈ ത്രികോണങ്ങളെ ഒക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുഴ വീതി എത്രയെന്ന് പറയാൻ പറ്റും, മരത്തിന്റെ ഉയരം എത്രയെന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കി നോക്കൂ, 40 മീറ്റർ ആണ് അത് ഈ ദൂരം. ഇത് 60 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാഷ് ഇങ്ങനെ പറഞ്ഞാൽ ബോധ്യം വരുമോ? ഈ കോണ് 120 ഡിഗ്രിയാ വരിക. ഒരു വരയിമ്പിലുള്ള ഒരു ലൈനിമ്പിലുള്ള കോണ് 180 ആണ്. ലീനിയർ പെയറാണത്, രേഖീയ ജോഡികളാണ്. ഒരു വരയിമ്പിലെ കോണുകൾ ആകെ 180 വരിക. അപ്പൊ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ത്രികോണത്തിന് 3 കോണും കൂടിയും വരിക 180 നമുക്കറിയാം. അങ്ങനെ വെച്ചാൽ ഇത് 30 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 30 ആവും. അപ്പൊ എന്തായി? ഈ ത്രികോണത്തിന്റെ പ്രത്യേകത 2 കോണ് ഈക്വലാണ്. 2 കോണ് ഈക്വൽ ആച്ചാൽ 2 സൈഡ് ഈക്വൽ ആവും. അപ്പൊ ഇതിന് എതിരെ ഉള്ള സൈഡ് 40 മീറ്റർ ആണെങ്കിൽ ഇതിന് എതിരെയുള്ള ഈ സൈഡ് 40 മീറ്റർ ആവും. എ സിയുടെ നീളം 40 മീറ്റർ ആവും. അപ്പോഴാണ് ഇനി വളരെ രസമായി, ഈ ട്രയാങ്കിൾ ഇല്ലേ ഇവിടെയുള്ള എ ബി സി, അത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ആ കൂർത്ത മട്ടത്രികോണാണ്. എന്താ കൂർത്ത മട്ടത്രികോണത്തിന്റെ പ്രത്യേകത? അതിന്റെ ചെറിയ സൈഡ് അതിന്റെ വലിയ സൈഡിന്റെ പകുതി നീളാണ്ടാവുക. അതാ എല്ലാ മട്ടത്രികോണത്തിലൊന്നും അങ്ങനെയുമില്ല കേട്ടോ. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള കൂർത്ത മട്ടത്രികോണത്തിന് മാത്രമുള്ള പ്രത്യേകതയത്, ആ ആകൃതിയിലുള്ള മട്ടത്രികോണത്തിന് മാത്രമുള്ള പ്രത്യേകതയത്, വലിയ സൈഡിന്റെ പകുതിയാണ് ചെറിയ സൈഡ് വരിക. ഇല്ലെങ്കിൽ ചെറിയ സൈഡിന്റെ ഇരട്ടി വലിയ സൈഡ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉറപ്പായല്ലോ ഈ സൈഡ് 20 മീറ്റർ ആണ് വരികയെന്ന്. ഇത് ഏതാ ഈ സൈഡ്? പുഴ കേട്ടോ.
എ ബി പുഴയാണ്. പുഴയുടെ വീതി കിട്ടിയപ്പോ 20 മീറ്റർ. ഇനി ഈ പുഴയുടെ വീതി 20 മീറ്റർ, ഈ ത്രികോണത്തിന്റെ ഈ സൈഡ് 20 മീറ്റർ ആണെങ്കിൽ ഇതിന്റെ ചെറിയ സൈഡ് ഇതാണ്, വലിയ സൈഡ് ഇതാണ്, ഇനി ഇടയ്ക്കുള്ള സൈഡ് ഉണ്ട്. അത് ഈ കോണിനെതിരെയുള്ള സൈഡ് BC, അത് ഇതിനേക്കാളും ഉണ്ട്. ഇത് ഇരട്ടിയാണ് വെച്ചത്, ഇരട്ടിയില്ല, 2 മടങ്ങില്ല, കഷ്ടി 1.25 മടങ്ങ്. കൃത്യം പറഞ്ഞാൽ √3 മടങ്ങ്. ഇത് 20 വെച്ചാൽ ഇത് 20 √3 എന്നാ വരിക. എന്താ ഇത് മരാണ്, അക്കരക്കണ മരാണ്. ഇപ്പൊ പിന്നെ ചോദിച്ചതൊക്കെ ആയി. പുഴയുടെ വീതിയായി, മരത്തിന്റെ ഉയരായി. എങ്ങനെ നമ്മളിത് കണ്ടുപിടിച്ച്? ഈ കൂർത്ത മട്ടത്രികോണത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിവുണ്ടാവുണ്ട? എന്താ കൂർത്ത മട്ടത്രികോണത്തിനെ കുറിച്ചിട്ടുള്ള അറിവ്? ഏതായി കൂർത്ത മട്ടത്രികോണം? അതിന്റെ കോണുകൾ എങ്ങനെ? ഒന്ന് മട്ടകോണാണ്, മറ്റേ 2 കോണോ? ആ കൂർത്തോർത്ത കോണം എത്ര? 30 ഡിഗ്രി. ഈ കോണോ 60 ഡിഗ്രി. ഇവിടെ ഈ ചിത്രത്തില് ഇവിടെ ആ കൂർത്തേനെ കാണാണ്ട്, പിന്നെ ഇവിടെ നോക്കിയാലും ആ കൂർത്തേനെ കാണാണ്ട് കേട്ടാ. ഈ വലിയ മട്ടത്തിലോളം കൂർത്ത തന്നെയാണ് കേട്ടാ. ഇവിടെ മൂപ്പര് നീച്ചിക്കാണ്, ഇവിടെ മൂപ്പര് കാല് നീട്ടിയിരിക്കുകയാണ്. അത് ചിലപ്പോ അതും കൂടി ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ അപ്പൊ അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഈ കണക്കിന്റെ ചില തമാശകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. അത് വളരെ ഈസി ആയിട്ടോ ഇങ്ങനെ കിട്ടുമ്പോഴേ, വലിയ സൈഡാന്ന് കിട്ടിയാൽ ചെറിയ സൈഡ് വേഗം എഴുതാം. ഇനി തിരിച്ചു ആവാൻ ചെറിയ സൈഡാണ് കിട്ടിയാൽ വലിയ സൈഡ് നേരെ ഇരട്ടിയാ വരിക. ഈ ഷേപ്പിലുള്ള ത്രികോണത്തില് ഇത് 20 √3. ഇവിടെ ഒരു തമാശയൊക്കെ ഉണ്ട് ഈ കണക്കില്. ഇന്നിപ്പോ ഈ കണക്ക് ചോദിച്ചിട്ട ആള് നോക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ പുഴയ്ക്ക് വീതി 20 മീറ്റർ, പുഴ പക്കത്തുള്ള മരത്തിനോ 20 √3. പുഴയുടെ വീതിയേക്കാളും മരത്തിന് വരാ. വെറുതെ ആലോചിച്ച് നോക്കൂ, ഈ മരട്ടട് കടമുഴകി വീണാൽ ഈ പുഴയ്ക്കൊരു പാലാവും. കണക്കെഴുതുമ്പോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു പാലാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ കണക്ക് ചെയ്യുമ്പോ ഭയങ്കര രസമാണ്. ഇതാണ് ഇങ്ങനത്തെ കണക്കുകളാ വരിക. ഇനിയിപ്പോ നോക്കിക്കോളൂ, വേറെ കണക്ക്. ഒരു കുട്ടി, വേറെ ഏതോ ഒരു ചോദ്യ പേപ്പറിലൊരു കണക്കുണ്ട്. ഒരു കുട്ടി കണക്കുണ്ട്. ആ കുട്ടിയുടെ വലതുഭാഗത്ത് ഒരു കെട്ടിടമുണ്ട്, ഇടതുഭാഗത്ത് ഒരു കെട്ടിടമുണ്ട്. ഒരു കെട്ടിടത്തുമ്പിലേക്ക് ഈ കുട്ടി നോക്കിയത് 45 ഡിഗ്രി കോണില. ഈ 2 കെട്ടിടങ്ങളുടെ ഉയരൊപ്പ. ഒരു കെട്ടിടത്തുമ്പിലേക്ക് കുട്ടി ഇപ്പുറത്തെ കെട്ടിടത്തുമ്പിലേക്ക് നോക്കിയത് 45 ഡിഗ്രി മേൽക്കോണ. അപ്പുറത്തെ കെട്ടിടത്തുമ്പിലേക്ക് നോക്കിയത് കുട്ടി 30 ഡിഗ്രി മേൽക്കോണ. ആംഗിൾ ഓഫ് എലിവേഷനാ പറഞ്ഞത്. ഇങ്ങനെ ആവുമ്പോഴ് ഇതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുക. എന്തൊക്കെ? ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ചിത്രം എങ്ങനെയാ വരയ്ക്കുക? ആദ്യം കെട്ടിടം വരയ്ക്കരുത് കേട്ടോ. ആദ്യം ഒരു നിലമൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിടമുണ്ട്. കുട്ടി ഇപ്പൊ ഇവിടെ നിൽക്കണു വയ്ക്കുക. ഇവിടെ നിൽക്കണു. കുട്ടി കെട്ടിടത്തുമ്പിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. 45 ഡിഗ്രിയിലാണ് നോക്കുന്നത്. ഇനി പുറത്ത് ഒരു കെട്ടിടമുണ്ട്. ഇതിന്റെ ഹൈറ്റ് ഈക്വലാണ്. പുറത്ത് അതുമ്പിലേക്ക് കുട്ടി നോക്കണത് 30 ഡിഗ്രിയിലാണ്. ഇതും കെട്ടിടാണ്. AB എന്നുള്ളൊരു കെട്ടിടാണ്, CD എന്നുള്ളതൊരു കെട്ടിടാണ്,
എന്ത് A-ബീമിലേക്ക് 45 ഡിഗ്രി മേൽക്കോണ് വേണ്ടി വന്ന് C-ബീമിലേക്ക് 30 ഡിഗ്രി അല്ലേ വേണ്ടി വന്നുള്ളൂ? എന്താ ഒരാകാരം? വേറൊരു കാരണമില്ല. ഈ കുട്ടി നിക്കണത് എവിടെയാ? ആ കെട്ടിടത്തിന്റെ അടുത്താ. ഈ കെട്ടിടത്തിന്റെ അവിടേക്ക് കുട്ടി നിക്കണോടത്തുനിന്ന് കുറെ ദൂരമുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉയരമുള്ള ഒരു പോസ്റ്റിനെ എന്തെങ്കിലും ഒരു കൊടിമല എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കണം. ഒരു മല ഇതിനൊക്കെ നോക്കണച്ചാൽ നമ്മള് അതിന്റെ അടുത്ത് നിന്നിട്ടാ നോക്കണച്ചാൽ ഭയങ്കര പ്രശ്നം. കഴുത്തൊക്കെ എനിക്കും. ഇതിങ്ങനെ അകന്നകന്ന് കടന്നു പോകുന്തോറും നമുക്ക് നോക്കാൻ എളുപ്പമാണ്. ഒന്നും വേണ്ട, നമ്മുടെ സൂര്യനെ രാവിലെ നമുക്ക് നോക്കാൻ. അതിന് ചൂടിന്റെ കാര്യം അല്ല മാഷ് പറയണത്. ഇനിയിപ്പോ ഒന്ന് മൂടിയ സമയത്ത് മഴക്കാറുള്ള സമയത്താണെങ്കിലും രാവിലെ നോക്കണ സുഖം 11:30 നോക്കുമ്പോ ഉണ്ടാവില്ല, 11 മണിക്ക് നോക്കുമ്പോ ഉണ്ടാവില്ല. രാവിലെ നോക്കുമ്പോ നമ്മൾ ചെറിയ കോണില് വല്ലാതെ വേപ്പെട്ടൊന്നും നോക്കണ്ട. ഈ സമയം ഇങ്ങനെ വൈകുന്തോറും സൂര്യനെ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോണിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ കുട്ടി കെട്ടിടത്തിന് അടുത്തുള്ള കെട്ടിടത്തിനെയാണ് വലിയ കോണിൽ നോക്കേണ്ടി വന്നത്. ഇനി ഇവര് പറഞ്ഞിരിക്കണ എന്താ വെച്ചാൽ ഈ അടുത്തുള്ള കെട്ടിടത്തിനെ കുട്ടി നോക്കണ ആ കെട്ടിടം കുട്ടിയുടെ അടുത്തുനിന്ന് 20 മീറ്റർ ദൂരെയാണ്. 20 മീറ്റർ ദൂരെയാണ്. ഇനി ഇവരെന്തൊക്കെ ചോദിച്ചിട്ടുള്ള അറിയോ? ആ കെട്ടിടങ്ങൾ 2 ഉയരൊപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടി നിക്കണത് ഇവിടെ കേട്ടോ, ഉയരൊപ്പാ പറഞ്ഞിട്ടുണ്ട്. എന്നാ അതിന്റെ ഉയരം എത്രയെന്നാ? ഇവിടെ നമ്മള് ഈ മട്ടത്രികോണം ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ളതാട്ടോ. നേരത്തെ പറഞ്ഞ കൂർത്തതല്ല, കുള്ളൻ, ഉയരം കുറഞ്ഞവൻ. എന്താ അവന്റെ പ്രത്യേകത? അവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 സൈഡിന്റെ നീളം ഒപ്പാണ്. അതെന്താ 2 സൈഡിന്റെ നീളം ഒപ്പായത്? ഇത് 45 ഡിഗ്രി വെച്ചാൽ ഇതും 45 ഡിഗ്രിയാ വരിക. അപ്പൊ ഇത് 20 മീറ്റർ വെച്ചാൽ ഇതും എത്രയാവും? 20 മീറ്റർ. എന്താ ഇത്? കെട്ടിടം. അപ്പൊ 2 കെട്ടിടത്തിന്റെയും എത്ര വേഗം കിട്ടിയേ? ഈ ബന്ധം അറിഞ്ഞാലേ വേഗം കിട്ടൂട്ടാ. കെട്ടിടത്തിന്റെ ഉയരം കിട്ടി 20 മീറ്റർ, 20 മീറ്റർ. ഇനി ഇവര് ചോദിച്ചിരിക്കണ എന്താ അറിയോ? ഈ കെട്ടിടത്തിന് ഈ കെട്ടിടത്തിന്റെ ചോട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. ഈ കെട്ടിടത്തിന്റെ അവിടേക്ക് എത്ര ദൂരം ഉണ്ട് അതറിയണച്ചാൽ ഈ നീളം കൂടി അറിയണം. അപ്പോഴാണ് കിടക്കുന്നു ഇവിടെ നമ്മുടെ കൂർത്ത മടത്തിലോണം കിടക്കണു. നേരത്തെ പറഞ്ഞ പോലെ കാല് നീട്ടിയിരിക്കുകയാണ്. അതിന്റെ ചെറിയ വശം 20 കിട്ടി. അപ്പൊ അതിന്റെ വലിയ വശം 40 ആവും. അപ്പൊ അതിന്റെ ഇടവശം 20√3. നേരത്തെ പറഞ്ഞില്ലേ? ഇൻറ്റു √3. √3 പറഞ്ഞാൽ കഷ്ടി 1.25. അതാ ഞാൻ പറഞ്ഞു 1.25 മടക്കാന്ന്. കറക്റ്റ് പറയുമ്പോ 20√3 പറയുന്നുണ്ട്. അപ്പോഴ് ഈ കെട്ടിടത്തുനിന്ന് ഈ കുട്ര അതുവരെയുള്ള ദൂരം 20√3 മീറ്റർ. പിന്നെ ഈ കുട്ര അവിടുന്ന് മറ്റേ കെട്ടിടത്തിന്റെ അവിടേക്കുള്ള ദൂരം 20 മീറ്റർ. അപ്പൊ 2 കെട്ടിടങ്ങളും തമ്മിലുള്ള ദൂരം എത്ര വരും? 20√3 കൂട്ടണം 20. അത്രയും മീറ്റർ. അത്രയും മീറ്റർ. അത് കൂട്ടാൻ നിൽക്കൊന്നും വേണ്ട, അങ്ങനെ എഴുതിയാൽ മതി. നമുക്ക് ഉത്തരം കിട്ടി. ഇനി ചില സമയത്ത് ഒരു പ്രശ്നമുണ്ട് ഈ കണക്കിൽ തന്നെ. ചില സമയത്ത് എന്താ പ്രശ്നം? ഇതേ കണക്ക് ചില സമയത്ത് കുട്ടിക്ക് അതേ കണക്ക് തന്നെ കേട്ടോ, അതേ കണക്ക് തന്നെ ഈ കുട്ടിയുടെ ഉയരം എത്രയെന്നൊക്കെ പറയുമ്പോ ഈ കുട്ടിയുടെ ഉയരം എന്താ? ഈ കുട്ടിക്ക് ഒരു 1.5 മീറ്റർ ഉയരാണ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മാറ്റേ ഉള്ളൂ. അപ്പൊ നമ്മള് ചിത്രം വരയ്ക്കുമ്പോ എന്ത് ചെയ്യും? ഈ കുട്ടിക്ക് ഉയരം 1.5 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള്
അതിനെ വരച്ചു. എന്നിട്ട് കുട്ടി ഇവിടെ ഇവിടെ കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തെ കുട്ടി ഇവിടെ നിൽക്കുന്നു. ഈ കുട്ടി ഇവിടെ നിർത്തുമ്പോ കുട്ടിക്ക് ഒരു 1.5 മീറ്റർ ഉയരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മൾ വരയ്ക്കണം. അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. കുട്ടിയെ വരച്ചു. ഇപ്പൊ ഇതൊരു കെട്ടിടാണ്. ഇനി ഇവിടെ ഒരു കെട്ടിടം ഉണ്ട് കേട്ടാ, ഇതേ ഉയരത്തില്. പിന്നിപ്പോ എന്താ ഉള്ളത്? ഇത് കുട്ടിയാണ്. EF കുട്ടിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ നോക്കുക. കുട്ടിക്കിപ്പോ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നോക്കണ വെച്ചാൽ നേരെ ഇങ്ങനെ നോക്കുമ്പോ കെട്ടിടത്തിന്റെ മോള് കാണില്ല. കുട്ടിയെ മുകളിലേക്ക് നോക്കിക്കാം. അപ്പൊ മുകളിലേക്ക് നോക്കി, ഇത് 45 ഡിഗ്രിയാണ്. കുട്ടി ഇനി ഇങ്ങോട്ട് തിരിയണു. ഇങ്ങോട്ട് തിരിയുമ്പോ ഈ കെട്ടിടത്തിന് നോക്കുമ്പോൾ നേരെ നോക്കി വെച്ചാൽ കെട്ടിടത്തിന്റെ മോള് കാണില്ല. മുകളിലേക്ക് നോക്കണം, അത് 30 ഡിഗ്രിയാണ്. കുട്ടിക്ക് ഉയരം 1.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിത്രം ഇങ്ങനെ വരയ്ക്കും. അപ്പൊ എന്താ പ്രശ്നം? അപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരും. ഈ അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ദൂരം 20 മീറ്റർ ആണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ ഇനിയിപ്പോ ചെയ്യണ്ടു. ഇപ്പോ അക്ഷരം ഇതും കൂടി വരും. കെട്ടിടം AB ആട്ടോ, കെട്ടിടം CD ആട്ടോ. ഇത് 20 മീറ്റർ ആച്ചാൽ ഇത് 20 മീറ്റർ ആച്ചാൽ ഇത് 20 മീറ്റർ ആവും. നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോഴ് ഇത് 20 മീറ്റർ ആവും. നേരത്തെ ചെയ്തു. അപ്പോഴ് ഇത് 20√3 ആവും, മീറ്റർ ആവും. ഇത് 20√3 മീറ്റർ ആവും. ഇത് 20 ആച്ച ഇത് 20 മീറ്റർ ആവും. കെട്ടിടങ്ങൾ തമ്മിലുള്ള ദൂരം മാറുന്നില്ല. നേരത്തെ നമുക്ക് ഇങ്ങനെ കിട്ടിയത് 20√3 മീറ്റർ പ്ലസ് 20 മീറ്റർ, ഇതാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ ഒരു മാറ്റം, കെട്ടിടത്തിന്റെ ഉയരം മാറുന്നുണ്ട്. 1.5 മീറ്റർ ഉയരം കുട്ടിയുടെ വന്നോട് കൂടിയിട്ട് ഇതിന് ഇതുവരെയാണ് 20 മീറ്റർ വരുന്നത്. അപ്പൊ ഇത് കുട്ടിയുടെ ഉയരാണ് 1.5 മീറ്റർ. അപ്പൊ ശരിക്കും കെട്ടിടത്തിന്റെ ഉയരം 21.5 മീറ്റർ വരും. നേരത്തെ കുട്ടിയുടെ ഉയരം പറയാത്തോണ്ട് ശരിക്കും ആ കെട്ടിടത്തിന്റെ ഉയരത്തമ്മിൽ മാറ്റം വന്നിട്ടുണ്ടോ? ശരിക്കും കുട്ടിയുടെ ഉയരമൊക്കെ പറയണം, കെട്ടിടത്തിന്റെ ഉയരം കറക്റ്റായിട്ട് കിട്ടാൻ. പിന്നെ വലിയ മലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയണമെന്നൊന്നുമില്ല. ഇപ്പൊ എവറസ്റ്റ് പോലെയുള്ള മലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയണമെന്ന് ഇല്ല. പക്ഷെ ഇതിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറയണം. ഇങ്ങനെയുള്ള കണക്കുകളാണ് നമുക്ക് ട്രിഗണോമെട്രിയിൽ വരണം. ഇനി നമുക്ക് ഈ ട്രിഗണോമെട്രി പോലെ തന്നെ നല്ലോണം സ്കോർ വരണ മറ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, സൂചക സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ. നല്ല രസം കേട്ടോ അത് പഠിക്കാൻ. നല്ല രസമാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ്. അതേപോലെ ജോമെട്രി ആൻഡ് ആൾജിബ്ര. അത് നമുക്ക് ചെയ്യുമ്പോൾ ഇപ്പോ ചില കണക്കുകൾ ചെയ്തിട്ട് തന്നെ ശരിയാക്കി തരാം. നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാവണ ചാപ്റ്ററുകൾ. അപ്പൊ ഞാനിത് ഒരു കണക്ക് ചെയ്യാം. ഒരു രൂപം വരയ്ക്കണു ഞാൻ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള രൂപമാണ്, ഒരു സമചതുരാണ്. ഈ സമചതുരം ഇതിന്റെ വശം 6 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നു. എവിടെയെങ്കിലും ഒരിക്കലും എഴുതാം, 6 സെന്റിമീറ്റർ ആണ് ഇത് പറയാണ്. ഇത് ഇതിന്റെ വശങ്ങളുടെ മധ്യബിന്ദു കൂടെ, ഈ വശങ്ങളുടെ മധ്യബിന്ദു കൂടെ
ഈ ഇത് എക്സ് അക്ഷാണ്. അതേപോലെ ഇതിങ്ങനെ വൈ അക്ഷുണ്ട്. ദുവിന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇത് മിഡ് പോയിന്റ് കൂടെയാണ് പോണത് അക്ഷരങ്ങള്. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരം ഇത് ഇപ്പൊ ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എയുടെ സൂചക സംഖ്യകൾ എന്താ, ബിയുടെ എന്താ, സിയുടെ എന്താ, ഡിയുടെ എന്താ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇത് എക്സ് അക്ഷവും വൈ അക്ഷവും ആണ്. ഈ അവ കട്ട് ചെയ്യണ പോയിന്റ് ഏതാന്ന് നിങ്ങൾക്കറിയാം. 0 ആണ് ഒറിജിൻ, ആധാര ബിന്ദു എന്നൊക്കെ പറയലുണ്ട്. ഇവിടെ ഈ സി എന്നുള്ള ഇതിന്റെ സൂചക സംഖ്യകൾ എഴുതാൻ എന്താ, ഈ ആധാര ബിന്ദു ഇവിടുന്ന് സിയിലേക്കുള്ള മൂവ്മെന്റ് ആണ്. അതാണ് സിയുടെ സൂചക സംഖ്യകള്. സിയുടെ കോർഡിനേറ്റ്സ് അതാണ് സിയുടെ. ഇപ്പൊ ഇവിടുന്ന് നമ്മള് ഇങ്ങനെയാണ് ആദ്യത്തെ മൂവ്മെന്റ്. സി എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ വലതുഭാഗത്താണ്. അപ്പൊ വലത്തോട്ട് മൂവ് ചെയ്തു. എത്രയും മൂവ് ചെയ്യണം? ഇത് 6 ആവുകൊണ്ട് ഈ നീളം 3 ആണ്. ഇത് മൂവ് ചെയ്താൽ ഇവിടെ എത്തുള്ളൂ. പിന്നെ സിയിൽ എത്ര ചെന്ത് വേണം? ഇതും 6 ആണ്. ഒരു 3 കൂടി മൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സിയുടെ സൂചക സംഖ്യകൾ നമ്മൾ 3 3 എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഡിയിൽ മൂവ് ചെയ്യുമ്പോഴോ, ഡിയിൽ മൂവ് ചെയ്യുമ്പോഴും ഇവിടേക്ക് 3 ആണ് ദൂരം, പക്ഷേ ഇടത്തോട്ടാ. ഇവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഡിയിൽ എത്ര വെച്ചാലോ പിന്നെ മുകളിലേക്ക് 3 മൂവ് ചെയ്യും. ഇത് ഇടത് ഭാഗത്താണ് ഡി എന്നുള്ളതുകൊണ്ട് നമ്മള് ഡിയുടെ സൂചക സംഖ്യ പറയുമ്പോ 3 ആണെങ്കിലും -3 അതിന്റെ ദിശ നോക്കി -3 3 എന്ന് പറയും. എന്നാ എയോ എ മൂവ് ചെയ്യണത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇടത്തോട്ടനെ, അതും ഇടത്തോട്ടന്നെ, ഇടത്തോട്ടും പിന്നെ ചോട്ടിലേക്കുമാണ് കീഴ്പ്പെട്ട. അപ്പൊ നമ്മുടെ ആ മൂവ്മെന്റ് ഇത് 3 ആണ്. പക്ഷെ ഇത് ഇടതുഭാഗത്തേക്കാവുകൊണ്ട് ഇങ്ങനെ എഴുതും, ചുവട്ടിലേക്കാവുകൊണ്ടും അതും ഇങ്ങനെ എഴുതും. -3 -3. ഇനി ബിയോ, ബി എങ്ങനെയാ? ഒക്കെ ഒറിജിൻ എന്നാണ് നോക്കേണ്ടത് കേട്ടാ. ഒറിജിൻ നോക്കുമ്പോ ബി വലതുഭാഗത്താ. മൂവ്മെന്റ് ഇങ്ങനെയാ, 3 ഇങ്ങോട്ട് പിന്നെ ചുവട്ടിലേക്ക് 3. അപ്പൊ 3 അത് 3 വലതുഭാഗത്ത്, പിന്നെ ചുവട്ടിലേക്ക് -3. അപ്പോ ഈ ചോട്ടിലേക്ക് വരുമ്പോ നമ്മൾ -3 അതിന്റെ ദിശ മൈനസ് കാണിക്കണം. മുകളിലേക്ക് പോകുമ്പോ 3 കാണിക്കും. വലതുഭാഗത്തേക്ക് പോകുമ്പോൾ 3 കാണിക്കും. ഇടതുഭാഗത്തേക്ക് വരുമ്പോ -3 കാണിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതൊക്കെ കുറെ മാർക്ക് തരും കേട്ടോ. അതിനൊക്കെ എ എന്താ, ബി എന്താ, സി എന്താ, ഡി എന്താ നമ്മൾ എഴുതി. ഇങ്ങനത്തെ ചോദ്യങ്ങള് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ധാരാളം കാണാം. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാനും പറ്റും, വേഗം പഠിക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു കണക്ക്. നല്ല രസമാണ്. ഇതിലെ കണക്കുകൾ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്. വൈ അക്ഷം, എക്സ് അക്ഷം, ഇതിലൊരു പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളോട് പറയാണ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറയാണ്. എ എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഏതാ പോയിന്റിന്റെ സംഖ്യകള് 3 4. എങ്ങനെ മാർക്ക് ചെയ്യാം? ഇത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങള് മാർക്ക് ചെയ്യണം. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ. റഫായിട്ടല്ലാതെ സ്കെയിലിൽ വെച്ച് തന്നെ എക്സ് ആക്സിസ് വരച്ച്, വൈ ആക്സിസ് അതിന്റെ പ്രൊട്രാക്ടർ അളവൊക്കെ വെച്ച് 90 ഡിഗ്രിയിൽ തന്നെ വരച്ച്, കോമ്പസസ് എടുത്തത് മാർക്ക് ചെയ്ത് നേരെ അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്താൽ
നിങ്ങൾക്ക് ആ കണക്ക് ചെയ്യുമ്പോൾ രസം വരും. അല്ലെങ്കിൽ അതിന്റെ സുഖം ഉണ്ടാവില്ല. തന്നെ കറക്റ്റ് മാർക്ക് ചെയ്തോളൂ. എന്നാ നമുക്ക് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ സുഖമായിട്ട് സ്കോർ ചെയ്ത് പോരാ. അതിന്റെ ഇടത്തോട്ടും ഇനി ഇവിടെ മുകളിലേക്ക് ഇപ്പൊ നിങ്ങളോട് ആദ്യം പറയണത് 3, 4 എന്നുള്ളൊരു പോയിന്റ്. 1, 2, 3. ഇനി 4 മാർക്ക് ചെയ്തു. ഇതാണ് 3, 4 എന്നുള്ള പോയിന്റ്. മാർക്ക് ചെയ്യാൻ പറയണു. ഒരു മാർക്കായി ഇത് മാർക്ക് ചെയ്ത. പിന്നെ അവര് ചോദിക്കണത് ഈ പോയിന്റ്, ഇത് ആണ് കേട്ടോ, ഇത് എ എന്നുള്ള പോയിന്റ്. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസ്, ഇതല്ലേ എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിസിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നാ. എത്ര ദൂരം ഉണ്ടെന്നല്ല, അതിൽ അങ്ങനെ ചോദിക്കാം. ഇല്ലെങ്കിൽ ചോദിക്കണു ഈ പോയിന്റിൽ നിന്ന് 4 യൂണിറ്റ് അകലുള്ള എക്സ് ആക്സിസിലെ പോയിന്റ് ഏത്? ഒരു സംശയമില്ലല്ലോ. ഇത് 3, 4 ആവുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെയല്ലേ 4 യൂണിറ്റ് അല്ലേ? 4 യൂണിറ്റ് ഏതാ ഈ പോയിന്റ്? എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. 1, 2, 3. എക്സ് 3 യൂണിറ്റ്, ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് വലതു ഭാഗത്തേക്ക് വന്ന് പിന്നെ മൂവ്മെന്റ് ഇല്ല. എക്സ് ആക്സിസിൽ തന്നെ മുകളിലേക്കോ ചോട്ടിലേക്കോ ഒന്നും പോണില്ല ഈ പോയിന്റ്. ഇല്ലെങ്കിൽ എക്സ് ആക്സിസിലെ പോയിന്റുകളൊക്കെ വൈ സൂചക സംഖ്യ അല്ലെ? ഒന്നാമത്തെ സൂചക സംഖ്യ, ഒന്നാമത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ്. ഒന്നാമത്തെ കോർഡിനേറ്റ് എക്സ് സൂചക സംഖ്യ, രണ്ടാമത്തെ വൈ സൂചക സംഖ്യ. എക്സ് ആക്സിസിലെ പോയിന്റുകളെല്ലാം ഈ വൈ ആക്സിസ് 0 എവിടെ പോയാലും ഇവിടുന്ന് അങ്ങനെ അപ്പുറത്തേക്ക് പോയാൽ 6, 0 അല്ലെങ്കിൽ 10, 0 ഇങ്ങനെ പുറത്തേക്ക് പോരെന്ന് വെച്ചാൽ ഇങ്ങനെ -7, -0, -10 എങ്ങനെയായാലും രണ്ടാമത്തെ സംഖ്യ 0 ആവും. അതുകൊണ്ട് എക്സ് ആക്സിസിനെ പറ്റി പറയുന്ന എന്താ? y = 0 എന്നാണ് മൂപ്പരെ പറ്റി പറയുന്നത്. മൂപ്പരുടെ ഐഡന്റിറ്റി അതാണ്. y = 0 ആണ്. അങ്ങനെ ആവുമ്പോ 4 യൂണിറ്റ് അകലെ. ഇത് 4 യൂണിറ്റ് അകലെയുള്ള പോയിന്റ് ഏതാ നമ്മൾ എഴുതി? അതിന്റെ സൂചക സംഖ്യ എന്താണ്? 3, 0. ഏതായാലും ചോദിക്കുക, അതേപോലെ ചോദിക്കണം 5 യൂണിറ്റ് അകലെയോ? അതില് ലേശൊരു സൂത്രക്കാരാവണം. 5 യൂണിറ്റ് അകലെ, ഇത് 4 യൂണിറ്റ് അകലെയാ. 5 യൂണിറ്റ് അകലെ കിട്ടത് സ്ട്രെയിറ്റ് ആവില്ല, ഒന്ന് ചെരിയും. എത്ര ചെരിയാ നിങ്ങൾ നോക്കിയാ അറിയണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. എന്ത്? ഇത് 4 യൂണിറ്റ് ആണ്. 1, 2, 3. ഇവിടെ നിന്ന് ഇവിടേക്ക് വരച്ചാൽ ഇത് 3 യൂണിറ്റ്, ഇത് 3 യൂണിറ്റ്. അപ്പൊ ഇത് 5 യൂണിറ്റ് ആവും. 3, 4, 5 ഒരു റൈറ്റ് ആംഗിൾ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ ആവുമ്പോ 3, 4, 5. ഇതാ പോയിന്റ് ഏതാന്ന് വരിക? ഇത് 3, 0, ഇത് 4, 0, ഇത് 5, 0, ഇത് 6, 0. 5 യൂണിറ്റ് അകലെയുള്ള പോയിന്റിന്റെ സൂചക സംഖ്യകള് 6, 0 ആണ്. അപ്പോഴാണ് സംശയം, വേറെ ഇല്ല 5 യൂണിറ്റ് അകലെ എക്സ് ആക്സിസിൽ പോയിന്റ് ഉണ്ടല്ലോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇടതുഭാഗത്തേക്ക് 1, 2, 3. 3 യൂണിറ്റ്, 3 യൂണിറ്റ്. ഇത് 4 യൂണിറ്റ്. ഇതാ ഇങ്ങോട്ട് പോരട്ടെ. ഇതേതാ പോയിന്റ്? ഇത് നമ്മുടെ ഒറിജിനാണ്. 0, 0. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എ എന്നുള്ള പോയിന്റിന്ന് 5 യൂണിറ്റ് അകലെ 2 പോയിന്റുകളുണ്ട്. ഒന്ന് 0, 0 അതിന്റെ സൂചക സംഖ്യയാണ്, മറ്റ് 6, 0. ഇങ്ങനെ ഉള്ള കണക്കുകളാണ് നമുക്ക് ഇതില് വരുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്കറിയാം എന്താ, ഈ ചാപ്റ്ററിൽ തന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴ് ജോമെട്രി ആൻഡ് ആൽജിബ്രയിലേക്ക് പോകുമ്പോ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് എന്താ പറയണത്,
ഇപ്പൊ 2 പോയിന്റുകൾ തരികയാണ്. ഇപ്പോ ഉദാഹരണത്തിന് പി എന്നുള്ളൊരു പോയിന്റ് 1, 4, ക്യൂ എന്നുള്ളൊരു പോയിന്റ് 5, 12. 2 പോയിന്റ്. എന്തൊക്കെ നിങ്ങളോട് ചോദിക്കാം? ഒന്ന് ചോദിക്കണത് പി ക്യൂവിന്റെ നീളം എന്ത്? പിന്ന് ക്യൂലിക്ക് എന്താണ് അകലം? അത് നമ്മൾ ചെയ്യുമ്പോഴേ ഈ പി ക്യൂ എന്നുള്ള ആ ലൈൻസ് സെഗ്മെന്റ് അത് നമ്മളൊന്ന് വരയ്ക്കണ്ടേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിൽ പി എന്നുള്ളൊരു പോയിന്റ് ആണ്, ക്യൂ എന്നുള്ളൊരു പോയിന്റ് ആണ്. പിയുടെ സംഖ്യകള് 1, 4 ആണ് സൂചക സംഖ്യകള്, കോർഡിനേറ്റ്സ്. ക്യൂവിന്റെ 5, 12. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, ഈ പിയുടെയും ക്യൂ ആയിട്ട് നോക്കുമ്പോ പി ആണോ മുകളിൽ വരിക, ക്യൂ ആണോ മുകളിൽ വരിക? പോയിന്റ് ഏതാ മുകളിൽ വരിക? അവിടെയാണ് നമ്മള് അത് മുകളിൽ വരണത് നോക്കാൻ വേണ്ടിട്ട് നമ്മള് വൈ കോർഡിനേറ്റ്സ് നോക്കുക വേണ്ട. പിയുടെ 4 ആണ്, ക്യൂവിന്റെ 12 ആണ്. ക്യൂവിന്റെ വൈ കോർഡിനേറ്റാ വലുത്. ക്യൂ ആണ് മുകളിൽ വരുന്ന പോയിന്റ്. ഇങ്ങനെ നോക്കുക കേട്ടോ. പി ക്യൂവിന്റെ താഴെയാണ്. ഇനി താഴെ എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. അത് വലതുഭാഗത്താ ഇടതുഭാഗത്താ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് വലതുഭാഗത്താ ഇടതുഭാഗത്താ നോക്കാൻ എക്സ് കോർഡിനേറ്റാ നോക്കേണ്ടത്. ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് 5 എന്നാ പിയുടെ 1. അപ്പൊ പി ചെറുതാണ് എന്നുള്ളതുകൊണ്ട് ക്യൂവിന്റെ ഇടതുഭാഗത്താണ് പി വരിക. ഉറപ്പാ? ക്യൂ ആണ് വലതുഭാഗത്ത് വരിക. ഇപ്പൊ ഇങ്ങനെയാണ് ഈ വര ഏകദേശം ഈ വര ഇങ്ങനെ ഉണ്ടാവുക. വേണമെങ്കിൽ ഈ വരയെ കുറിച്ചിട്ട് എന്തൊക്കെ പറയാം? ഈ വര വടക്കുന്ന് എങ്ങടാ പോണ്? നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ? അല്ല, അല്ലേ? വടക്കുന്ന് തെക്കോട്ടാണ്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോരണ വരയാണ്. വടക്കുന്ന് നേരെ തെക്കേ വന്ന എങ്ങനെയാ വേണ്ട? ഒന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞു. ഇല്ലെങ്കിൽ പറയാം മോളിന്ന് ഇടത്തോട്ട് ചെരിഞ്ഞു പോവുകയാണ്, എനിക്ക് പറയാം. അപ്പൊ ഇവിടെ ഇതിന്റെ നീളം എങ്ങനെ ഇനി കാണുക? ഇതിന്റെ നീളം ഇനി കാണാൻ വളരെ സുഖമാണ് കേട്ടോ. ഈ പി ക്യൂ എന്നുള്ളത് ഏകദേശം നമ്മൾ വരച്ചു. ഇനി ഇവിടുന്ന് ഇതിനെ കുത്തനെ ഇങ്ങനെയൊന്ന് വരയ്ക്കുക. ഇങ്ങനെയൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിളായി. ഈ പോയിന്റിനൊരു ഓന്നൊക്കെ പേര് കൊടുത്താൽ ഈ ട്രയാങ്കിള് ഒ പി ക്യൂ എന്ന ട്രയാങ്കിള് റൈറ്റ് ട്രയാങ്കിളായി. അതിൽ ഇതാണ് റൈറ്റ് ആംഗിള്. അതിന്റെ ഹൈപ്പോട്ടനിസ് ആണ്, അതിന്റെ കർണാണ് പി ക്യൂ. പി ക്യൂവിന്റെ കർണാണ്. അപ്പൊ നമുക്ക് പി ക്യൂവിന്റെ നീളമാണ് കാണേണ്ടത്. പി ക്യൂവിന്റെ നീളം കാണണം. അപ്പൊ പി ക്യൂവിന്റെ നീളം കാണുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഓർത്തോളൂ. ക്യൂ ആണ് മോളില്, പിയുടെ മോളില് ക്യൂ ആണ്. എത്ര മോളിലാ? 4, 12. എത്ര യൂണിറ്റ് മോളിലാ? 8 യൂണിറ്റ് മോളില്. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ക്യൂവിന്റെ ഇടതുഭാഗത്താണ് പി എന്ന് പറഞ്ഞല്ലോ. എത്ര യൂണിറ്റ് ഇടതുഭാഗത്താ? അല്ലെങ്കിൽ പിയുടെ എത്ര യൂണിറ്റ് വലതുഭാഗത്താ? ക്യൂ 1, 5, 4 യൂണിറ്റ്. ഇനി നമുക്ക് പറഞ്ഞോടെ പി ക്യൂ സ്ക്വയർ വരുന്നത് 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. പണി കഴിഞ്ഞു. 4 സ്ക്വയർ എത്ര? 16. 8 സ്ക്വയർ എത്ര? 64. 16 പ്ലസ് 64 കൂട്ടി എന്താ കിട്ടുക? 80. പി ക്യൂ സ്ക്വയർ എത്ര? 80. അപ്പൊ പി ക്യൂ എത്ര? √80. √80 നമുക്ക് ചുരുക്കി എഴുതാം. 16, 5, 80. 16 × 5. 16ന്റെ സ്ക്വയർ റൂട്ട് 4. അപ്പൊ 4√5 ഒക്കെ വേണമെങ്കിൽ ചുരുക്കി എഴുതാം. ഇതിന് നീളം വരിക 4√5 യൂണിറ്റ്. കേട്ടോ? അകലം കാണുകയാണ്.
ഈ അകലം കാണുന്ന പോലെ തന്നെ വളരെ ഇങ്ങനെയൊരു രീതിയിൽ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചിട്ടൊന്നാണ് റെഡിയാക്കിയാൽ മതി. അകലം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാം. ഇനി ഇതിൽ തന്നെ നമുക്ക് വരുന്നത് അകലം കാണല് എന്നുള്ളൊരു സാധനം. ഇനിയുണ്ട് വേറൊരു ചോദ്യത്തിന് വരലെന്താണ്, ഈ പി ക്യൂവിന്റെ ചരിവ്, ഈ വരയുടെ ചരിവ് മനസ്സിലല്ലേ? സ്ലോപ്പ് കാണാൻ നല്ല രസമാട്ടോ. സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഗതി എന്ന് മനസ്സിലായാൽ മതി. ആ ടെക്സ്റ്റ് ബുക്കാണ് നന്നായി വായിച്ചാൽ നല്ല മനസ്സിലാവും. എന്താ ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, ചരിവ് എന്ന് പറഞ്ഞാൽ അതൊന്നും വളരെ വിശദീകരിച്ച് മാഷ് ഇപ്പൊ പറയണില്ല, അത് നിങ്ങൾ വായിച്ചോളാം. ഞാൻ ഒരു കാര്യം പറയാം. ഈ പി ക്യൂ എന്നുള്ള 2 പോയിന്റ് ആണ്. ആ വരയുടെ ചെരിവാണ് നമ്മൾ കാണുന്നത്. പി ഉള്ള ക്യൂ ഉള്ള ആ വരയുടെ ചെരിവ്, ആ വര നമ്മൾ ഏകദേശം നേരത്തെ കണ്ടു. അതിന്റെ ചെരിവ്, അതിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് ഇതിനുള്ളത്. എക്സ് കോർഡിനേറ്റ് എന്താണ് സംഭവിക്കണത് നോക്കൂ. പിയുടെ 1 ആണ്, ക്യൂവിന്റെ 5 ആണ്. 1 5 ആയി. ചേഞ്ച് അതാണ്, 1 5 ആയി. വൈ കോർഡിനേറ്റോ, വൈ കോർഡിനേറ്റ് 4 12 ആയി. 4 12 ആയി. ഇതാണ് നമ്മുടെ മാറ്റം. ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. 1 5 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 4 കൂടി. വൈ കോർഡിനേറ്റോ 4 12 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 8 കൂടി. ഹായ്, വൈയുടെ കൂടുതൽ കുറച്ച് കേമാണ്. എന്താ? എക്സ് 4 കൂടുമ്പോ വൈ 8 കൂടണം. എക്സ് 4 കൂടുമ്പോ വൈ 8 കൂടണം. പക്ഷെ നമുക്ക് അറിയേണ്ടത് എന്താ അറിയോ? അറിയേണ്ടത് എക്സ് 1 കൂടുമ്പോ വൈ എത്ര കൂടണം. ഈ സീസൺ ഒക്കെ വരുമ്പോ പച്ചക്കറി പീടിയിൽ പോയിട്ട് മുരിങ്ങക്കായ എന്താ വില ചോദിച്ചാൽ പച്ചക്കറി കടക്കാരെ പറയുമ്പോഴോട് കിലോ 40 റുപ്യ. ആ കിലോ 40 റുപ്യെന്ന് നമ്മളോട് പറയൂ. 1 കിലോ 160 റുപ്യ എന്ന് പറയില്ല. കാരണം 1 കിലോ 160 റുപ്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് കേൾക്കണോട് കൂട്ടി നമ്മള് മോഹാത്സ്യപ്പെട്ട് വീഴും. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ സൂത്രം കിലോ 40 റുപ്യ. അപ്പൊ നമുക്ക് അത്ര പേടിയാവില്ല. അതേപോലെ 1 കിലോയിലേക്ക് ആക്കി നമ്മളിത് മാറ്റണം. എക്സ് 4 കൂടുമ്പോ വൈ 8 കൂടുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് 1 കൂടുമ്പോ വൈ 2 കൂടുന്നു എന്ന് പറഞ്ഞോടെ. ഈ 4 കൂടുമ്പോ 8 കൂടുന്നു. ഈ 4നെ പിടിച്ച് ഞാൻ ഒന്നാക്കി. എങ്ങനെ 4നെ പിടിച്ചിട്ട് ഒന്നാക്കുക? 4നെ പിടിച്ചിട്ട് എങ്ങനെ ഒന്നാക്കുക? 4നെ പിടിച്ച് ഒന്നാക്കുക ഒരു പണിയില്ല. ഈ 4നെ 4 കൊണ്ടാണ് അരിച്ചാ മതി, ഒന്നായി. അങ്ങനെ 4നെ 4 കൊണ്ട് അരിക്കുന്നുണ്ടെങ്കിൽ 8നെ 4 കൊണ്ട് അരിക്കണം. അത് വേണം. എന്തതിനെ ചെയ്തേച്ചാ അതേ പണി ഇതിനെയും ചെയ്യാം. അപ്പൊ 8നെ 4 കൊണ്ട് അരിച്ചു. അപ്പൊ 2. ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? എക്സ് 1 കൂടുമ്പോ വൈ എത്ര കൂടുന്നു? 2. അതാണ് ചെരിവ്. അതാണ് സ്ലോപ്പ്. എന്ത്? എക്സ് 1 കൂടുമ്പോ വൈക്ക് എന്ത് മാറ്റം വരുന്നു? അതാണ് ചെരിവ്. അത് നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ ഇതിൽ ഏത് കണക്ക് വന്നാലും നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ അതൊന്നാളെ മാറ്റി, പി ക്യൂ മാറ്റി. ഞാൻ പറയുന്നു പി ഒരു 7 11 ക്യൂ ഒരു 3 -2 ഇങ്ങനെ ചോദിക്കുക. ഇവിടെ നമുക്ക് ചെരിവ് കാണാൻ എന്താ ചെയ്യുക? എക്സ് എന്താ മാറ്റം? 7 3 7 3.
വയ്യോ 11 -2 നെഗറ്റീവ് ഉണ്ടായി. ഇവിടെ എന്താ സംഭവിച്ചേ നോക്കൂ. എക്സ് 7 3 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ശരിക്ക് എക്സ് ഇവിടെ കുറയുന്നിട്ടാ 4 കുറഞ്ഞു എന്ന് ഇങ്ങനെ എഴുതുക. വയ്യോ 11 നെഗറ്റീവ് ഉണ്ടായി. 11 ഭയങ്കരമായിട്ട് കുറഞ്ഞു. വയ്യും കുറയാണ്. എത്ര കുറയും? 11 -2 തമ്മിലുള്ള കുറവ് എത്ര വരും? 11 പറഞ്ഞ എവിടെ കിടക്കണ്? -2 പറഞ്ഞ എവിടെ കിടക്കണ്? 13 കുറയും. അപ്പൊ എന്താ ഇവിടെ കിട്ടിയേ? എക്സ് 4 കുറയുമ്പോ വൈ 13 കുറയണം. അങ്ങനെയാണെങ്കിലും നമ്മൾ പറയണം, നമുക്ക് അറിയേണ്ടത് എക്സ് 1 കൂടുമ്പോ വൈന് എന്ത് മാറ്റുന്ന. അപ്പൊ ഇവിടെ ഇപ്പൊ കിട്ടിയത് എക്സ് 4 കുറയുമ്പോ വൈ 13 കുറയണമെന്നാണ്. അപ്പൊ ഇതിനെ 1 ആക്കാൻ എന്താ ചെയ്യുക? -4നെ -4 കൊണ്ടായിരിക്കുക. ഇപ്പൊ 1 ആയി. അതേ സംഖ്യ കൊണ്ടായിരിക്കുക. അപ്പൊ -4നെ -4 കൊണ്ട് ഹരിച്ചാൽ എന്ത് ചെയ്യണം? ഇതിനെയും -4 കൊണ്ടായിരിക്കണം. അതേത്? അപ്പൊ എന്തായി? -13/-4. അപ്പൊ എത്ര? മൈനസ് ആയി അല്ലേ? 2 മൈനസാ. അപ്പൊ പിന്നെ അത് പ്ലസ് ആവുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. -3/-4ന്റെ ഉത്തരം വരിക 13/4 ആണ്. 13/4 കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 3/4. അപ്പൊ ഇവിടെ ചെരിവ് വരിക, പി ക്യൂവിന്റെ ആ വരയുടെ ചെരിവ് വരിക 3/4. എക്സ് 1 കൂടുമ്പോ വൈന് എന്ത് മാറ്റം? എക്സ് 1 കൂടുമ്പോ വൈ 3/4 കൂടുന്നു. ഇതാണ് ചെരിവ്. ഈ ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് അതും കൂടി മറിച്ച് പറഞ്ഞുതരാം. അപ്പോ ഇങ്ങനെ ഇതിന്റെ കൂടി നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾ നേരെ ശ്രദ്ധിച്ചു നോക്കൂ. പി എന്താണ് ഞാൻ എടുത്തത്? ഇപ്പോ 7/11. ക്യൂ എന്താ എടുത്തത്? 3/15. ഇതെടുക്കുമ്പോഴേ എന്താ ചേഞ്ച്? എക്സ് ഇവിടെ എന്താ സംഭവിക്കണ? 7 3 എന്ന് വെച്ചാൽ 4 കുറഞ്ഞു. വൈ 11 15. അപ്പൊ എന്താണ്? 4 കൂടി. എക്സ് കുറയാണ്, വൈ കൂടുകയാണ്. എക്സിനെ പോലെയല്ല വൈന്റെ പണി. അപ്പോഴുള്ള പ്രത്യേകത നോക്കിക്കോളൂ. എക്സ് 4 കുറയുമ്പോ വൈ 4 കൂടുന്നു. നമുക്ക് അറിയേണ്ടത് 1ന്റെ കണക്കാ. എക്സ് 1 കൂടും. അപ്പൊ എക്സിനെ 1 ആക്കും. നമ്മള് ഏത് വന്നാലും വേണ്ടില്ല, നമ്മളെ എക്സിനെ 1 ആക്കും. -4 ആച്ചാ -4/-4. അങ്ങനെ -4/-4 എന്ന് പറയുമ്പോ വൈനെയും നമ്മൾ -4 കൊണ്ടായിരിക്കണം. എക്സിനെ എന്തുകൊണ്ടാ അരിച്ചാൽ അതേ സാധനം കൊണ്ട് വൈനെയും നമ്മൾ അരിക്കും. ബാലൻസ് ചെയ്യാനാ. ഇപ്പൊ കിട്ടി എക്സ് 1 ആയി. എക്സിനെ 1 ആക്കി. ഇതെത്ര വരിക? 4/-4 -1. ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയേ? എക്സ് 1 കൂടിയപ്പോ വൈ 1 കുറഞ്ഞു. അപ്പൊ ചെരിവ് -1. ചെരിവ് അപ്പൊ -1 ആവും. ആദ്യത്തെ ചെരിവ് നമുക്ക് കിട്ടിയത് 2. പിന്നത്തെ ചെരിവ് 3/4 കിട്ടിയേ. ഇപ്പൊ ചെയ്തപ്പോ ചെരിവ് -1 കിട്ടിയേ. എപ്പോഴാണ് ചെരിവ് മൈനസ് വരിക അറിയോ? എക്സ് കുറയണു, അപ്പൊ വൈ കൂടുന്നു. എക്സിനെ പോലെ തന്നെ അല്ല വൈ വെച്ചാൽ. എക്സ് ഇങ്ങനെ കൂടുക, വൈ ഇങ്ങനെ കുറയുക. അല്ലെങ്കിൽ എക്സ് ഇങ്ങനെ കുറയുക, വൈ ഇങ്ങനെ കൂടുക. അപ്പൊ ചെരിവ് ഇങ്ങനെയാവും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ വായിച്ച് ഓർഡർ ആക്കണം. ഓർഡർ ആക്കി കഴിഞ്ഞാൽ ഒരു എമ്പാടും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് കോർഡിനേറ്റ്സ് ഇത് എന്നുള്ളത്. ലേശം ഒരു ദിശാബോധവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അറിയോ. വലത്തെ കൈ പൊന്തിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് വലത്തെ കൈ പൊന്തിക്കാൻ തോന്നലുണ്ടോ?
ലെഫ്റ്റിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് പോട്ടെ എന്ന് പറയാൻ തോന്നലുണ്ടോ? നിങ്ങളുടെ ഇടതുഭാഗത്ത് ആരാന്ന് ഇരിക്കണമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ കിട്ടലുണ്ടോ? അതോ തപ്പലുണ്ടോ? അങ്ങനെ തപ്പാത്ത കുട്ടി ഇടതുഭാഗം വലതുഭാഗം മോളില് ചോട്ടില് മുമ്പില് പിന്നില് എന്നൊക്കെ പറയുമ്പോ തപ്പാതിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ് ഈ 2 ചാപ്റ്ററുകൾ. ഞാൻ പറയച്ച നമ്മുടെ നല്ല ഡ്രൈവർമാരെയൊക്കെ ഇതിന്റെ പഠിപ്പിച്ച പഠിക്കും. അപ്പൊ നിങ്ങള് കൂട്ടത്തില് ആ മിടുക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല സ്കോർ ചെയ്തിട്ട് നമുക്ക് പോണം. നമ്മള് മാത്സ് എക്സാമിന് ഇക്കുറി ഞാൻ പറഞ്ഞു 20 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സ്കോറ് 160 മാർക്കിന്റെ സ്കോർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നു. അതിന്ന് നമുക്ക് ലേശം സ്കോറ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് A+ തന്നെ നേടാം. പരമാവധി വലിയ ഗ്രേഡിലേക്ക് വലിയ സാധ്യതയിലേക്ക് നിങ്ങൾ പോണം. നിങ്ങളോട് ഞാൻ വെറുതെ പറയാൻ നിങ്ങളേക്ക് കാണാനില്ല. നിങ്ങളോട് നിങ്ങളുടെ വലത് കൈ ഒന്ന് പൊന്തിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പൊന്തിക്കരുത്. വലത് കൈ ഒന്ന് പൊന്തിക്കൂ എന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പൊന്തിക്കണം. എന്താ ആദ്യം പൊന്തിച്ചതും ഈ പൊന്തിച്ചതും തമ്മിലുള്ള മാറ്റം? മാക്സിമം. അതാണ് നമ്മുടെ ലക്ഷ്യം. മാക്സിമം. ഒരു പക്ഷേ നമ്മൾ പൊന്തിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ വേറൊരാൾ പൊന്തിക്കുന്നുണ്ടാവും. പൊന്തിച്ചോട്ടെ, എന്താ? ആ ആള് ചില കാര്യങ്ങളില് ആ ആളെക്കാൾ ഉയരത്തിൽ നമ്മൾക്ക് കൈ പൊന്തിക്കാൻ പറ്റും. എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ. നമ്മൾ ഓരോരുത്തരാണ്. അവരവരുടെ കഴിവ് അവരവര് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങള് ഓരോ പ്രശ്നങ്ങളെയും നന്നായി നേരിട്ടോളൂ. ഉറപ്പാണ് വിജയം. നമുക്ക് വിജയിക്കാനാവും. വിജയത്തിലേക്കാണ് നമ്മൾ പോണത്. നമ്മുടെ ഓരോ പരാജയവും അത് വിജയത്തിലേക്കുള്ള കുതിപ്പ് കൂട്ടുള്ളൂ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ SSLC എക്സാം ഏറ്റവും മികവുറ്റതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. നമസ്കാരം.